ബറോസിനെ എഴുതി എഴുതി പൊട്ടിച്ച് പെട്ടിയിലാക്കിയിട്ടുണ്ട്. മമ്മൂട്ടിയായിരുന്നു ബറോസിലെ നായകനെങ്കിൽ ചിത്രത്തിൻ്റെ അവസ്ഥ ഇതൊന്നും ആകുമായിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഉള്ള ഡീഗ്രേഡിംഗ് ഒരു ചിത്രത്തെ കുറച്ചൊന്നുമല്ല തകർത്ത് കളയുന്നത്. കാരണം നെഗറ്റീവ് റിവ്യൂകൾ കേൾവിക്കാരിലും കാഴ്ചക്കാരിലും ചിത്രത്തെക്കുറിച്ച് മോശം ഇമ്പാക്റ്റ് സൃഷ്ടിക്കും. നല്ല റിവ്യൂസ് ചിത്രം അല്പം മോശമായാൽ പോലും പ്രേക്ഷകരെ തിയേറ്ററിലെത്തിക്കും. മാർക്കോ ഇതിനൊരു ഉദാഹരണമാണ്. സമൂഹ മാധ്യമങ്ങൾ ഒന്നായി ചിത്രത്തിൻ്റെ പോസിറ്റീവുകൾ പ്രചരിപ്പിച്ചു. ചിത്രം കയറി ഹിറ്റായി. അവിടെയാണ് ബറോസിലെ നായകൻ മമ്മൂട്ടിയായാലുള്ള വിജയസാധ്യതയെക്കുറിച്ച് പറയുന്നത്. 3Dയെക്കുറിച്ചും സാങ്കേതിക മികവിനെക്കുറിച്ചും കുട്ടികൾ ചിത്രം കണ്ടിരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും മമ്മൂട്ടിയുടെ അഭിനയത്തെക്കുറിച്ചുമെല്ലാം വാദോരാതെ സമൂഹ മാധ്യമങ്ങൾ വലിയ തോതിൽ തള്ളിമറിക്കാൻ ആളുണ്ടാകുമായിരുന്നു. 3D ചിത്രം OTTയിൽ വരുമ്പോൾ ഒരു 30% പോലും ആസ്വാദികരമായിരിക്കില്ല. അതിനാൽ തന്നെ അത് തിയേറ്ററിൽ തന്നെ കാണണം എന്ന് ഇക്ക ഫാൻസുകാർ വലിയ തോതിൽ പ്രചരിപ്പിക്കുമായിരുന്നു. കുടുംബ പ്രേക്ഷകർ കുട്ടികളെയും കൂട്ടി തിയേറ്ററിലെത്തുമായിരുന്നു. ചിത്രം വലിയ വിജയവും ആകുമായിരുന്നു. ബറോസിനെ വിജയിപ്പിക്കാനും മോഹൻലാൽ ഫാൻസുകാർ ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ സാധിക്കുമായിരുന്നു. എന്നാൽ ഇക്ക ഫാൻസിൻ്റെ ഡീഗ്രേഡിങ്ങിനെ ഇവർ പ്രതിരോധിച്ചുമില്ല, കടന്നാക്രമിച്ചുമില്ല.